മറ്റു വാർത്തയിലേക്ക് പോകണം. ആർട്ടിമിസ് 2 ചരിത്രം കുറിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യരായി 4 പേർ മാറുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോളോയുടെ റെക്കോർഡ് ആർട്ടിമിസ് 2 തിരുത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ദൗത്യ സംഘം ഇപ്പോഴും വിജയകരമായി 2,52,757 മൈൽ സഞ്ചരിച്ചാണ് ഈ റെക്കോർഡിലേക്ക് എത്തിയതെന്ന് ഏറ്റവും പ്രധാനമാണ്. അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ഇപ്പോൾ ആർട്ടിമിസ് സംഘം ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. അതൊക്കെ ലോകത്തെ കൗതുകം കൊള്ളിക്കുന്ന നമ്മളുടെ പലതരത്തിലുള്ള കൗതുകങ്ങൾക്കും അർത്ഥം അല്ലെങ്കിൽ അതിനുള്ള ആൻസർ തരുന്ന ചിത്രങ്ങളായി മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, ഇപ്പോൾ ഈ ദൗത്യത്തിന്റെ ഇനിയുള്ള ലക്ഷ്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ക്ഷമിക്കണം, വി വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, ഏറ്റവും പുതിയ വിവരങ്ങൾ ആർട്ടിമിസ് 2 ദൗത്യവുമായി ബന്ധപ്പെട്ട്. രഞ്ജിത്ത്, ഏറ്റവും നിർണായകമായ ഒരു മണിക്കൂറുകളാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 12:25 കൂടിയാണ് ഈ ആർട്ടിമിസ് പേടകം അത് ഏറ്റവും ഒരു സങ്കീർണമായ ഘട്ടത്തിലേക്ക് കടന്നത്. അതായത് ചന്ദ്രൻ്റെ വിദൂര വശങ്ങളിൽ നിന്നുള്ള ഒരു സഞ്ചാരം അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ പകർത്തുക എന്ന ഒരു ദൗത്യം 52 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പേടകം ഇങ്ങനെ ചന്ദ്രനെ പൂർണ്ണമായി വലം വയ്ക്കുന്നത്. അത് ഇന്ന് പുലർച്ചയോടുകൂടിയാണ്, ഇന്ത്യയുടെ സമയമനുസരിച്ച് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ആ ഭ്രമണം പൂർത്തിയാക്കിയത്. അതിൽ നിന്ന് സുപ്രധാനമായ ചിത്രങ്ങൾ, ഗ്രാൻഡ് കാനിയൻ എന്ന ഒരു മേഖലയുണ്ട്. അവിടെ വലിയ ഗർത്തങ്ങളാണ്, അഗാധമായ ഗർത്തങ്ങളുണ്ട്. ഈ ഉൾക്കകളൊക്കെ പതിച്ച് വലിയ ഗർത്തങ്ങൾ ഉണ്ടായി. അവിടെ മറ്റൊരു വിളിപ്പേര് ബുൾസൈ എന്നാണ്. അതിൻ്റെ ഒരു ആകൃതി അനുസരിച്ചാണ് ആ വിളിപ്പേര് വന്നത്. ആ ഭാഗത്തെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പകർത്തിയിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ ഒരു സങ്കീർണത എന്നത് ഏതാണ്ട് 6 മണിക്കൂറാണ് ആ ഭാഗത്ത് സഞ്ചരിക്കേണ്ടി വരുന്നത്. ഈ പേടകത്തിന് സഞ്ചരിക്കേണ്ടി വരുന്നത് ദൗത്യത്തിൻ്റെ ഭാഗമായി 45 മിനിറ്റ് ആ ഭാഗത്തെ യാത്രയിൽ 45 മിനിറ്റ് ആശയവിനിമയം മുറിയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കാരണം നാസയുമായി പേടകത്തിനുള്ള ബന്ധം നഷ്ടമാകുന്ന ഒരു സാഹചര്യം അത് നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിരുന്നതാണ്. അതിനുള്ള മുൻകരുതലുകൾ എടുത്തിരുന്നു. എന്നാൽ പേടകത്തിലുള്ളവർക്ക് നാസയുമായി ആശയവിനിമയം നടത്താൻ കഴിയാത്ത ഏറ്റവും നിർണായകമായ 45 മിനിറ്റുകൾ ആ സമയം പൂർത്തിയാക്കി ഇന്ന് പുലർച്ചയോടുകൂടി പേടകം ആ ഭാഗം പിന്നിട്ടിരിക്കുന്നു. മാത്രമല്ല 6000 കിലോമീറ്റർ അടുത്തുവരെ, ചന്ദ്രൻ്റെ അടുത്തുവരെ എത്തുക എന്നത് വലിയൊരു നേട്ടം കൂടിയാണ്. ആ ഫ്ലൈ ബൈ എന്ന ഒരു പ്രയോഗമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഈ 6000 കിലോമീറ്റർ അടുത്തുവരെ എത്തുന്ന ആ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇത് 1970 അപ്പോളോ 13 ഇതിനു മുൻപ് ഇങ്ങനെ സഞ്ചാരം നടത്തിയപ്പോൾ പൂർണ്ണമായും അടുത്ത് എത്തിയത്. അതിനേക്കാൾ അടുത്തേക്ക് ഏതാണ്ട് 2,52,757 മൈൽ സഞ്ചരിച്ച് ചന്ദ്രൻ്റെ കൂടുതൽ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു. 2,48,655 മൈലായിരുന്നു നേരത്തെയുള്ള റെക്കോർഡ്. അത് ഭേദിച്ചുകൊണ്ടുള്ള ഒരു സഞ്ചാരം കൂടി നടത്താൻ സാധിച്ചിരിക്കുന്നു എന്നതാണ്. ഇനി ഏറ്റവും നിർണായകമായത് ഇതിൻ്റെ മടക്കയാത്രയാണ്. 10-നാണ് തിരികെ എത്തുന്നത്. അത് പസഫിക് സമുദ്രത്തിലാണ് ഈ പേടകം വന്നിറങ്ങുക. അതിനുശേഷം US-ൻ്റെ സേനാ വിഭാഗങ്ങൾ ഇതിലെ 4 യാത്രികരെയും സുരക്ഷിതരായി തിരികെ എത്തിക്കും. നാസയെ സംബന്ധിച്ച് വലിയ ദൗത്യമാണ്. മറ്റ് രാജ്യങ്ങൾക്കൊക്കെ തന്നെ മെച്ചമുണ്ടാകുന്നൊരു കാര്യമാണ്. ഒരു പര്യവേഷണത്തിന് അല്ലെങ്കിൽ ചന്ദ്രനിൽ വീണ്ടും ഇറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു ദൗത്യമായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഇനി വരും കാലങ്ങളിൽ കൂടുതൽ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ യാത്രകൾക്കുള്ള സാധ്യതകൾ ഇതെല്ലാം തന്നെ തേടുന്നതിനുള്ള ഏറ്റവും വലിയ സുപ്രധാനമായ ഒരു ചുവടുവയ്പായി ഇപ്പോൾ ഈ ദൗത്യം മാറിയിരിക്കുകയാണ്. രഞ്ജിത്ത്, ശരി വിനോദ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.